ഒരു ഓണക്കാലം എത്തിയിരിക്കുന്നു. എല്ലാ ഓണക്കാലത്തും നമ്മൾ ടി വിയിൽ എത്ര കണ്ട് താരങ്ങളെയാണ് കാണുന്നത്. ഇന്നിതാ നമ്മുടെ ഒപ്പമുള്ളത് മലയാളക്കരയുടെ മുഴുവനും ഇഷ്ടനായകനായിട്ടുള്ള ദിലീപ്. ഒരുപക്ഷെ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ദിലീപ്, അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ. ഞങ്ങൾ കൂട്ടുകാരുടെയൊക്കെ ഗോപാലകൃഷ്ണൻ. ഞങ്ങളുടെ കൂട്ടുകാരനായ ഗോപാലകൃഷ്ണനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ നിങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ നിങ്ങളറിയാത്ത കുറേ മുഖങ്ങൾ കാണിക്കുവാൻ, എത്തിക്കുവാനുള്ളൊരു ശ്രമമാണ് ഈ പ്രോഗ്രാം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. രഞ്ജിനിയും ഞാനും തമ്മിലുള്ള സൗഹൃദം, ഞാൻ ശ്രീജ എന്ന് വിളിക്കാറ്. കാരണം എനിക്ക് സ്കൂൾ തുടങ്ങി കോളേജിലൊക്കെ അറിയാവുന്നത് ആ പേരാണ്. പിന്നെ ഇടക്കാലത്താണ് ഞാൻ രഞ്ജിനി എന്നൊക്കെ അറിയാൻ തുടങ്ങിയത്. അല്ല, നിന്റെ പേരും അതേപോലെ തന്നെ മാറി വന്നതാണ്. ഞങ്ങളൊക്കെ ഗോപാല എന്ന് വിളിച്ചിട്ട് പിന്നെ പെട്ടെന്നല്ലേ ദിലീപ. പണ്ട് നമ്മൾ സ്കൂളിൽ കോളേജിൽ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പെൺകുട്ടികളായിട്ട് അധികം ഉണ്ട് എന്നുവെച്ചാൽ സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ചുമ്മാ പറയാട്ടോ, വെറുതെ പറയണത്. സ്കൂളിൽ കോളേജിൽ വന്നതിന് ശേഷമാണ് പെൺകുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർ കോവാല എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം കറവക്കാരൻ കോവാലിനെയൊക്കെ വിളിക്കണ മാതിരി നമ്മൾ നല്ല സുന്ദരികളായ കുട്ടികളൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ ഇപ്പോൾ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ പേരുള്ള ഒരുപാട് ആൾക്കാർ വലിയ വലിയ നിലയിലുള്ളതുകൊണ്ട്, അടൂർ സാറൊക്കെ ഇപ്പോൾ അല്ല അറിയാം. പിന്നെ അല്ല അതുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെക്കാൾ മൂത്തായി പോകും. അപ്പോൾ ദിലീപ് എന്നുള്ള പേര് എനിക്ക് കിട്ടിയത് നമുക്ക് എല്ലാവർക്കും പരിചിതനായ, എനിക്ക് ചെറിയ അഹങ്കാരമുണ്ട്. കാരണം എൻ്റെ കൊച്ചച്ഛനിട്ട പേരാണ് ദിലീപ് കുമാർ എന്ന് പറഞ്ഞ വലിയ നടനിൽ നിന്ന് കിട്ടിയ ഒരു പേരാണ്. ഞാനും ഒരു ദിലീപ് കുമാറാണ്. പക്ഷെ പിന്നെ ദിലീപ് എന്ന് വിളിച്ചാൽ അതങ്ങനെയായി. മിമിക്രിയിൽ പോയ സമയത്ത് ഞാൻ ഗോപാലകൃഷ്ണൻ തന്നെയായിരുന്നു ആദ്യം. അന്ന് KS പ്രസാദേട്ടനും കലാഭവൻ റഹ്മാനിക്കൊക്കെ പറഞ്ഞ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ലെങ്ത്, അത് ദിലീപ് തന്നെ ഇട്ട പോരെ. അത് മാത്രല്ല കേട്ടോ, ഈ ഗോപാലകൃഷ്ണൻ എന്നൊക്കെ പണ്ട് പറയുമ്പോ ഇവനെ കണ്ടാലുണ്ട് ഒരു ഗോപാലകൃഷ്ണനായിട്ട് തോന്നുകയില്ല, ഒരു കൊച്ചു പയ്യൻ. ഞാനിപ്പോഴും അങ്ങനെ തന്നെയല്ലേ, ആഗ്രഹം വലിയ വൃക്ഷം ആഗ്രഹം. അല്ല, ഗോപാലകൃഷ്ണൻ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്നാണ്. അല്ല, എന്ന് ഇനിയിപ്പോ ദിലീപ് എന്ന് വിളിക്കാം, അതാ നല്ലത്. നിനക്ക് ചേരുന്ന പേരതാ. അപ്പോഴേ ഇവിടെ ഇരിക്കുന്ന ഇത്രയും സുന്ദരികൾ ഇങ്ങനെ ഒരുമിച്ച് കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത്? അയ്യോ, ഞാൻ എന്റെ ഓണം സഫലമായി. കാരണം ഞാൻ എന്റെ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല ഇത്രയും സുന്ദരികളുടെ ഇടയിൽ കൊണ്ടുവന്ന് നിങ്ങൾ എന്നെ ഇരുത്തും. അല്ല, ഞാൻ കുറച്ചും കൂടി ഇവിടുന്ന് പോകുമ്പോ ഭയങ്കര എങ്ങാവും. ഒരു കൂട്ടുകാരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇത്രയല്ലേ ചെയ്തു തരാൻ പറ്റുള്ളൂ. വലിയ സന്തോഷം. എന്നും ഈ സ്നേഹം ഉണ്ടാവണം. തീരുമാനിച്ചൊരു കാര്യമാണ്, നമ്മളിങ്ങനെ വിളിക്കുന്ന സമയത്ത് ഏറ്റവും സുന്ദരികളെ ഇങ്ങനെ അരിച്ച നമ്മളെടുത്തത്. ഒരു സ്ഥലത്തുനിന്ന് മാത്രമാണോ അരിച്ചെടുത്തത്? ഒരു ജില്ലാടിസ്ഥാനത്തിൽ കൊണ്ടുവന്നാണോ? കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും, നമുക്ക് കേരളത്തിന് പുറത്തുനിന്നും ഉണ്ട് കേട്ടോ. ശരി, എന്തായാലും വലിയ സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു അവസരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഒരുപാട് വിലയേറിയ സമയം മാറ്റിവെച്ചിട്ട് വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ ഒരുപാട് നന്ദി ഞാൻ നേരിട്ട് പറയുക. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഗോപാലകൃഷ്ണ, നീ പണ്ട് കോളേജിലുള്ള സമയത്തും ഞങ്ങൾ ചുറ്റുവട്ടത്തുള്ള അവിടെയുള്ള സകല പെൺപിള്ളേരും നിനക്ക് ഓർമ്മയുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നീ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മാനസികാവസ്ഥ തന്നെയാണ് ഇപ്പോഴും? അല്ല, അന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് വെച്ചാൽ അതിൽ നിന്ന് നല്ലൊരാളെ കല്യാണം കഴിക്കാന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സൗഹൃദം അടുത്തപ്പോ അത് അതിൽ നിന്ന് അങ്ങോട്ട് പോയി. അതാ സൂക്ഷിച്ച് നമ്മളെ സംസാരിക്കണം നല്ലത്. ഞാൻ ചില കാര്യങ്ങളൊക്കെ പുറത്താക്കും. അപ്പൊ ഒന്നും പറയണ്ടല്ലോ, ഒരു ഒത്തുതീർപ്പിലെത്താം. നീ എന്നെ നാറ്റിക്കരുത്. ഒരു ഒത്തുതീർപ്പിലാട്ടോ ഞങ്ങൾ ഇനി പോകുന്നത്. പക്ഷെ ഇത്രയും നല്ല സുന്ദരികൾ ഇരിക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഇദ്ദേഹത്തോട് നിങ്ങൾ സിനിമകൾ കാണുന്ന സമയത്ത്, ഇന്നലെ ഞാൻ ഒരാളെ വിളിച്ചപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ എന്നോട് പറയാം, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കണ്ടു മോളെ അതാണ് ദിലീപ് അങ്കിൾ എന്ന് പറഞ്ഞ് സിനിമ കണ്ടു തുടങ്ങിയ, ഞാൻ കുറ്റപ്പെടുത്തല്ല, കാരണം 25 വർഷം നീ തികയ്ക്കുകയാണ് സിനിമയിൽ. അപ്പോൾ അന്ന് ദിലീപ് അങ്കിൾ എന്ന് വിളിച്ചു തുടങ്ങിയ ചിലരൊക്കെ ഇവിടെയുണ്ട്. പക്ഷെ ആൾക്കാരെല്ലാം ദിലീപേട്ടാന്ന് വിളിച്ചാൽ മതി. കാര്യം ഇപ്പോൾ ജനിച്ച് വളർന്ന് വരുന്ന ഞാൻ പരിചയപ്പെടുന്ന എല്ലാ പെൺകുട്ടികളെ ഇപ്പോൾ ഞാൻ പറയുന്ന ദിലീപേട്ടാന്ന് വിളിച്ചാൽ മതി. നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം മലയാള സിനിമയിൽ തന്നെ അങ്കിളിന്ന് ആദ്യത്തെ വേർഡ് വിളിച്ചപ്പോൾ തന്നെ കട്ട് ഓഫ് ചെയ്ത ആൾക്കാരൊക്കെ എൻ്റെ നായികമാരൊക്കെ രണ്ടുപേരല്ല, ഇഷ്ടമാരുണ്ട്. അതിൽ എടുത്തു പറയാവുന്ന ഒരാളാണ് കാവ്യ, സനൂഷ, കീർത്തി, അങ്ങനെയൊക്കെ കുറെ പേരുണ്ട്. അങ്ങനെ ബാമ. ഇനി എന്നാ ആർക്കെങ്കിലും ഒക്കെ ദിലീപ് അങ്കിൾ എന്ന് വിളിക്കാനൊരു അവസരം വരിക? അടി കിട്ടും. അല്ല, ഞങ്ങൾക്കൊക്കെ പലർക്കും ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ മക്കൾക്ക് ദിലീപ് അങ്കിൾ എന്ന് വിളിക്കാമോ? എന്തിനാ അങ്ങനെ ഒരു വാശി? സത്യം പറയാം, എന്റെ മോള് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അവളോട് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പറയണേ, നീ എന്നെ ദിലീപ് അങ്കിൾ എന്നൊന്നും വിളിക്കണം നിർബന്ധമില്ല. അവൾക്ക് എത്ര വയസ്സെന്നറിയോ? 11. അവൾക്ക് 11 വയസ്സാ.
ഇനി 3 വർഷം കൂടി കഴിഞ്ഞ് 14 വയസ്സിലെ പല പെൺകുട്ടികൾ എൻ്റെ കൂടെ നായികയായിട്ട് വന്നു, അറിയോ? ഞാൻ കരുതിയിരിക്കണ്ടേ? കാരണം നമ്മൾ നായകന്മാരായിട്ട് അഭിനയിക്കുന്ന സമയത്ത് അങ്കിൾ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് പോയില്ലേ, നമ്മുടെ റൊമാൻസ് ഒക്കെ പോയില്ലേ, പിന്നെ മോളായില്ലേ ഇല്ലേ? ഒന്നും പറഞ്ഞ് മനസ്സിലാക്കുക കുട്ടികളെ. പെൺകുട്ടികൾ വളരെ എൻ്റെ കുഴപ്പമാണോ? ഞാൻ ശാരീരികമായിട്ട് വളർച്ച പൊരടിച്ചു പോയി. അപ്പോൾ എനിക്കിത് മാനേജ് ചെയ്തിട്ട് എവിടെയെങ്കിലും. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവർ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പണ്ടത്തെ ഗോപാലകൃഷ്ണൻ എനിക്ക് ഓർമ്മയുണ്ട്. അന്നത്തെ രൂപം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പഴയ ഫോട്ടോസിൽ FB-ലൊക്കെ ഇപ്പോൾ അത് പണ്ടത്തെ സിനിമയൊക്കെ ഞാനും നാളത്തോടെ കാണണം, ഇങ്ങനെയൊക്കെ കാണണം. കാരണം ഇത്ര മുടി ഇങ്ങനെ സിനിമയ്ക്കും മുമ്പ് ഉള്ള ദിലീപിന്റെ ഫോട്ടോ നിങ്ങൾ ലാൽ ജോസിന്റെ കൂടെയൊക്കെയുള്ള ഫോട്ടോസ് ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടാവും. അന്നത്തെ ദിലീപ് അല്ലെങ്കിൽ അന്നത്തെ ഗോപാലകൃഷ്ണൻ, പിന്നീട് വന്ന കോമഡി പടങ്ങളുടെ ട്രെൻഡിലെ കൂടി വന്നിട്ടുള്ള ദിലീപ്, ഇന്നിപ്പോൾ ഇതേ പിന്നയിൽ എത്തി നിൽക്കുന്ന ദിലീപ്, പിന്നെ അങ്ങനെ പല പല വേഷങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ദിലീപാണ് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം? അല്ല, എനിക്ക് അങ്ങനെയുള്ള മാറ്റം എനിക്ക് അറിയില്ല. കാരണം മാനസികമായിട്ട് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളും കോളേജും വിട്ടു പോയിട്ടില്ല. മനസ്സുകൊണ്ട് ഞാൻ അവിടെ തന്നെയാണ് ഇപ്പോഴും. അതാണ് അതിന്റെ സത്യം. ഞങ്ങളുടെ കാലത്തുള്ള നമ്മുടെ കോളേജിലുണ്ടായിരുന്ന പിള്ളേരൊക്കെ ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ആളുകളായിട്ട് അവരുടെ ഫാമിലിയായിട്ടൊക്കെ നല്ല റിലേഷനാണ് ഇപ്പോഴും. നമ്മളെല്ലാം ഇപ്പൊ സ്കൂളിലാണെങ്കിൽ വിദ്യാധിരാജയുടെ ഒരു ഗ്രൂപ്പ് അങ്ങനെ തന്നെയുണ്ട്, ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞിട്ട്. അവർക്കൊരു ഓണാശംസകൾ ഇപ്പൊ പറയാം കാണുന്നവർക്ക്. വിദ്യാധിരാജ സ്കൂളിൽ എന്നോടൊപ്പം പഠിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഫ്ലവേഴ്സ് ചാനലിലൂടെ ഞാൻ നേരുന്നു. ഇപ്പൊ വിദ്യാധിരാജ വിദ്യാഭവൻ എന്ന് പറയും. വിദ്യാധിരാജ വിദ്യാഭവൻ. ഇതിന്റെ കാരണക്കാരൻ ആരാന്നറിയോ? വൃത്തിയായിട്ട് മലയാളം പറയാൻ പഠിപ്പിച്ചത് വിദ്യാധിരാജ സ്കൂളിൽ ഒരു കരുണാരമുള്ള സാർ ഉണ്ടായിരുന്നു. മലയാളം ഭീകരമായിട്ടുള്ള അടിയായിരുന്നു. ഇദ്ദേഹത്തിനുണ്ടല്ലോ ഏറ്റവും പേടി ആരെങ്കിലും ഏതൊരെങ്കിലും ഒരു മാഷിനെ ഉണ്ടെങ്കിൽ. സാർ ഇപ്പൊ ജീവിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. സാർ മരിച്ചു. സാർ എൻ്റെ അച്ഛനെ പഠിപ്പിച്ച സാറായിരുന്നു. നെടുമ്പാശ്ശേരി സ്കൂളിൽ അച്ഛനെ പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഞാൻ പഠിച്ച സ്കൂളിൽ വന്നു. അച്ഛന് കൊടുക്കാൻ ബാക്കി വെച്ച അടിയൊക്കെ എനിക്ക് അത് മുഴുവനും കിട്ടിയിട്ടുണ്ട്. എന്നെ ദിവസം അടിക്കായിരുന്നു സാർ. ഒരു കാര്യമുണ്ട്, ഒരടി വെറുതെ നമ്മൾ നടന്നു. ഗുഡ് മോർണിംഗ് സാർ, എന്റെ ഗുഡ് മോർണിംഗ്, ഒരടി. പോയാൽ മതി അടിക്കും. ഞാൻ പല ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു തവണ ക്ലാസ്സിൽ ഞാൻ ഒരു ദിവസം തീരുമാനിച്ചു, ഇന്ന് ഞാൻ അടി വാങ്ങിക്കില്ല എന്ന് തീരുമാനിച്ചിരുന്ന ഒരു ദിവസം സാറ് ക്ലാസ്സിൽ വന്നിട്ട് എന്തോ ഒരു തമാശ പറഞ്ഞു. അതിലൊരു നല്ല തമാശ തോന്നിയതുകൊണ്ട് ഞാനും പൊട്ടിച്ചിരിച്ചു. ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി ചിരിച്ച് പെട്ടെന്ന് ചിരി നിർത്തിയിട്ട് എന്നെ നോക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ തീരുമാനം ഇന്ന് ഞാൻ ഈ അടി വാങ്ങിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ പെട്ടെന്ന് പുള്ളി എന്നെ നോക്കിയതോടുകൂടി കൂട്ടുകാർ ചിരി നിർത്തി എന്നെ നോക്കി. അപ്പോൾ ഞാൻ പതുക്കെ പിന്നെ നോക്കിയിട്ട് ഞാൻ എഴുതിക്കണം അല്ലെങ്കിൽ അപ്പോൾ അതിങ്ങനെ നോക്കി. അപ്പോൾ സാറ് എന്നെ തന്നെ നോക്കിയിരിക്കുക. അപ്പോൾ ഞാൻ പതുക്കെ പിന്നെ ഇവരൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കി. സാറ് വിടണില്ല എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അവിടെയാണ് എന്നെ എൻ്റെ അവയവം ചതിച്ചു എന്ന് പറയല്ലേ. ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് സാധനം കിട്ടും. ഞാൻ പുരുകൻ ചോദിച്ചു ഗോഷ്ടി കാണിക്കണോടാ അതിനടി. അപ്പോൾ അടി കിട്ടാത്ത ദിവസം ഉണ്ടല്ല. പിന്നീട് സാറിന് ചെറുതായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു. പിന്നീട് ഞാൻ സിനിമയിൽ വന്നു. അതിനുശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സാറിനെ പോയി കാണുമായിരുന്നു. പിന്നെ ഇപ്പോൾ സാറ് മരിച്ചു. അല്ല, ഞാൻ പെട്ടെന്ന് ആ കാലം ഓർക്കുമ്പോൾ ഈ സാറിനെയാണ്, കരുണാരമുള്ള സാറിനെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. പിന്നീട് ദിലീപ് നമ്മൾ കണ്ടു, എന്താ പറയുക, കുറേ സിനിമകൾക്കും അതുപോലെ തന്നെ മിമിക്രി സ്കിറ്റുകൾക്കും ഷോസിനും ഒക്കെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന നല്ല രസകരമായിട്ടുള്ള ഭാഷയിൽ അതിനൊക്കെ ഉത്തരവാദി ആ മനുഷ്യനാണെന്നുള്ളത് നമ്മൾ ഓർക്കാതെ പറ്റില്ല. അല്ല, അതിൽ സ്ക്രിപ്റ്റ് കോമഡിയിലൊക്കെ ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് വർക്കിലേക്കുള്ള സെൻസ് തന്ന ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ നമ്മൾ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നു. അതിനുശേഷം കമൽ സാറിൻ്റെ കൂടെയുള്ള ഞങ്ങളുടെ ഒരു യാത്രയാണ് ഒരു സ്ക്രിപ്റ്റ് സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ സഹായിച്ചു. അല്ല, ഭാഷയാണ് ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം. ഭാഷയുടെ കാര്യമൊന്നും പറയേണ്ടിരിക്കും നല്ലത്. കാരണം മലയാളം പഠിപ്പിച്ച നളിന ടീച്ചർ കഴിഞ്ഞ ദിവസമല്ല ഇടക്കാലത്ത് സിനിമ കണ്ടു കഴിഞ്ഞിട്ട്, ഗോപാലകൃഷ്ണ നിന്റെ ഭായ് ഇപ്പോഴും ശരിയല്ല കേട്ടോ. നീ കുറേ കാലമൊക്കെ ആയിട്ട് ഈ ഓണത്തിന് പൂട്ടുകച്ചവടം നടത്താറുണ്ടല്ലോ. ഇപ്രാവശ്യം എന്തെങ്കിലും ഉണ്ടോ പൂട്ടുകച്ചവടം മാതിരി എന്തെങ്കിലും? അല്ല, ഓണത്തിന് പൂട്ടുകച്ചവടം നമ്മൾ പണ്ട് കുറെ കാസറ്റ് ചെയ്തു. പിന്നെ അത് മാവേലി കൊമ്പത്തായി. അതിനുശേഷം നമ്മളിപ്പോൾ എന്നും സന്തോഷത്തിന്റെ നാളുകളാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുട്ടെന്ന് പറഞ്ഞു പുട്ട് കട തന്നെ. ഓ, അങ്ങനെ. എന്തായാലും നിങ്ങൾക്ക് ആർക്കും ഒരു ചോദ്യം ഇപ്പൊ ചോദിക്കാനില്ല. ആരെങ്കിലും ഒന്ന് ചോദിക്കേ. അതാ പ്രിയ ചോദിക്കേ. അടൂർ ഗോപാലകൃഷ്ണൻ സാർ പറയുന്നു CID മൂസിയാണ് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ. എൻ്റെ ഫ്രണ്ടിൻ്റെ 7 വയസ്സായ കുട്ടി സ്കൂളിൽ നിന്ന് വന്നിടന്ന് CID മൂസിയുടെ CD ഇട്ട് കാണാറുണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ പെണ്ണുങ്ങളെല്ലാം വലിയ ആരാധികമാരാണ്. അക്രോസ് ഓൾ ഏജ് ഗ്രൂപ്പ്സ്, ചിൽഡ്രൻ, സീരിയസ് ഫിലിം മേക്കേഴ്സ്, പെണ്ണുങ്ങളെല്ലാം എല്ലാവരും ദിലീപിൻ്റെ കയ്യിലാണ്. എന്താ എൻ്റെ രഹസ്യം? ആ സിനിമയിൽ അവർ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും എലിമെൻസുകൾ അതിനകത്ത് ഉണ്ടാവും. ശുദ്ധമായ ഹാസ്യം അതിനകത്ത്
അനുഭവിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ സത്യമാണ്. കാരണം ഇപ്പം കഴിഞ്ഞ ദിവസം ജോണി ആന്റണി പറഞ്ഞു, എനിക്ക് 13 വർഷത്തിന് ശേഷം ഒരു അംഗീകാരം കിട്ടി, അടൂർ സാറിന് CID മൂസ ഇഷ്ടപ്പെട്ട പടങ്ങളിൽ ഒന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അടൂർ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പണ്ട് അടൂർ സാറിനെ കാണാൻ പോയിട്ടുണ്ട്. പഞ്ചാബിയോസൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ അടൂർ സാറിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടു, എന്നെങ്കിലും ഈ സംവിധായകൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം. കാരണം ലോക സിനിമയുടെ മുമ്പിൽ സത്യജിത് റോയ്, അതുപോലെ അടൂർ ഗോപാലകൃഷ്ണൻ എന്നൊക്കെ പറയുന്ന മാസ്റ്റേഴ്സ് നിൽക്കുന്നു. അവരുടെ സിനിമയിൽ പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടുകാരൻ എന്ന് വെച്ചാൽ തിരുവനന്തപുരത്താണ് താമസം എന്നറിയാം. അങ്ങനെ എങ്ങനെ ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ഞാൻ മധുബാലൻ്റെ അടുത്ത്, മധുബാലാണ് അപ്പോൾ എനിക്കൊരു വഴി പറഞ്ഞു തന്നെ, മധുബാലാണ് അപ്പോയിൻമെൻറ്റ് എടുത്ത് തന്നത്. ഞാൻ സാറിനെ കാണാൻ പോയി. അപ്പോൾ സാറിൻ്റെ അടുത്ത് പോയിട്ട് ഞാനിങ്ങനെ ഇരുന്ന് സംസാരിച്ചു. സാർ, എൻ്റെ പേര് ദിലീപ് എന്നാണ്, ഞാനിങ്ങനെ ഇപ്പോൾ പഞ്ചാബി യൂസൊക്കെ കഴിഞ്ഞു, ഞാൻ ഇവിടെ കുറേ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, സാറിന് എന്നെ അറിയുമോയെന്ന് അറിയില്ല. പുള്ളി പറഞ്ഞു, തനിക്ക് ഒരു പേര് കൂടി ഇല്ലേ, ഗോപാലകൃഷ്ണൻ എന്ന്. ഞാൻ, സാറ് എന്നെക്കുറിച്ചൊക്കെ അറിയും പിന്നെ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നീട് പറയാം എന്ന് പറഞ്ഞിട്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല അദ്ദേഹം അങ്ങനെ സിനിമ. അപ്പോൾ അതിനുശേഷം പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഞാനും വൈഫും ഒക്കെ CID മൂസ ഒരുപാട് തവണ കാണാറുണ്ട്. ചിരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ പടങ്ങൾ നമ്മളിരുന്ന് കാണും. പിന്നെ കോമഡി പടങ്ങൾ അല്ലെങ്കിൽ ആ ഒരു അല്ലാത്ത സിനിമകളൊക്കെ വരുമ്പോൾ കഴിയുന്ന നമ്മൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അത് വേറെ ആൾക്കാർ പലതരത്തിൽ കുഴപ്പിക്കും. അതുപോലെ ഇപ്പോൾ കോമഡി പടമൊക്കെ കണ്ടിട്ട് ആ രീതിക്ക് മാറാൻ പോവുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതികൾ. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ഞാനെന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞപ്പോൾ കിട്ടിയത് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അവാർഡ് അപ്പം തന്നെ കിട്ടിയ പോലെയാണ്. പിന്നെ കുട്ടികൾ എല്ലാവരും ഈ പറയുന്ന പോലെ 13 വർഷം മുമ്പ് ഉണ്ടായ ഒരു സിനിമയാണത്. ഇന്ന് പല സ്ഥലത്തും ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന സ്നേഹം, ആ 13 വയസ്സുള്ള കുട്ടികൾ വളർന്ന് ഇന്ന് അവർ വേറെ വേറെ തലത്തിലെത്തിയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലേ? ഒന്ന് കൈ വെക്കാം എല്ലാവരും. ഒരാളുള്ളൂ? എല്ലാവരും ഉണ്ട്. ഞാൻ വിചാരിച്ചു കൈ പൊങ്ങാത്തതിൻ്റെ ഒരു എന്നാലും വലിയ സന്തോഷമുണ്ട്. കാരണം CID മൂസയുടെ സെക്കൻഡ് പാർട്ട് നമ്മളിപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ്. കാരണം അത്രയും നമ്മൾ പ്ലാൻ ചെയ്തില്ലെങ്കിൽ, കാരണം അതിനെ കോമ്പറ്റ് ചെയ്യുന്ന ഒരു പടം തന്നെയായിരിക്കണം അടുത്ത് വരാൻ പോകേണ്ടത്. നമസ്കാരം. നാഗൂരോ? നാഗൂരല്ല, ടാഗോർ കേട്ടിട്ടുണ്ടാവും. രവീന്ദ്രനാഥ് ടാഗോറിന്റെ അല്ല, ഞങ്ങളുടെ ക്ലബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇല്ല, കേട്ടിട്ടില്ലേ? ടാഗോർന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതെങ്കിലും ഭാഗ്യം. അപ്പൊ ഞങ്ങള് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണാണല്ലോ, ശിഷ്ടാതിഥിയായിട്ട് ക്ലബിലൊന്ന് വരണം ഈ സെപ്റ്റംബർ 28-ാം തീയതി. ഈ സെപ്റ്റംബർ 28 ഞാൻ ഷൂട്ടിങ്ങിലാണ് തൃശ്ശൂരിൽ. ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നാ മതി. ഷൂട്ട് കഴിഞ്ഞിട്ട് അങ്ങ് വന്നാൽ മതി. ഞങ്ങൾക്കൊന്ന് വന്നാ മതി. വന്ന് കിട്ടിയാൽ മതി. ബാക്കിയൊക്കെ ഞങ്ങൾ, കാരണം വളച്ചിട്ട് അടിക്കാനാണ്. ഒരുപാട് പ്രശസ്തരായവരാണ് ആ ക്ലബില്. അവിടെ ഒരുപാട് പ്രശസ്തരായ ആൾക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ഉദ്ദേശിച്ച ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിശംബരനുണ്ട്, പിന്നെ കണക്ക് പിടിപ്പിക്കണം ശില്പി പ്രധാനുണ്ട്, പിന്നെ ലതികയുണ്ട്. 5 പ്രാവശ്യം ഒളിച്ചോടി പോയിട്ട് അവർക്ക് നമ്മളൊരു അംഗീകാരം കൊടുക്കുന്നുണ്ട്. 3 തവണ അല്ലേ? പിന്നെ പീതാംബരനില്ലേ? പിന്നെ പീതാംബരനെ വിളിക്കാതിരിക്കാൻ പറ്റും. പിന്നെ തമ്മനൻ രാജു അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എല്ലാവരും ഇവരൊന്നും ഞാൻ അറിയില്ല. അല്ല, നാട്ടിൽ വന്ന് ചോദിച്ചാൽ എല്ലാവരും അറിയും. അല്ല, അവരെ അറിയും. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പ്രശസ്തിയുടെ സംഭവം എനിക്ക് മനസ്സിലായി. ദിലീപ് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും അറിയില്ല. അല്ല, പക്ഷേ എന്താണ് പ്രോബ്ലം? സെപ്റ്റംബർ 28 ഞാൻ ഉണ്ടാവില്ല. ഒറ്റയടിക്ക് അങ്ങനെ പറയാതൊന്ന് ആലോചിച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, വെറുതെ ഇരിക്കാതെ ചെല്ലുന്നെങ്കിൽ. ഞങ്ങൾ വേണമെങ്കിൽ നിർബന്ധിക്കാം. ഉണ്ടാവില്ലല്ലേ? ഉറപ്പാ? ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞപ്പോൾ എനിക്ക് അത് തന്നെ കിട്ടണേ. ആണല്ലേ? എന്നാ പിന്നെ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇനിയിപ്പോ വേറെ എന്താ ചെയ്യാൻ? നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കാം. തൽക്കാലം നമുക്ക് പിന്നെ കൂടാ. ആയിക്കോട്ടെ. ഞാൻ ഈ ടാഗോറിനെ കുറിച്ച് പഠിക്കാം. ആയിക്കോട്ടെ, സന്തോഷം. ശരി, സംഭവം അറിയാം, പക്ഷേ ടാഗോറിനെ കുറിച്ച് പഠിക്കട്ടേന്നാ വെറുതെ അല്ല ഞാൻ പറഞ്ഞത്. രവീന്ദ്രനാഥ് അതല്ല പറഞ്ഞു, ഇവര് പറയണ ടാഗോർ. കാരണം 3 പ്രാവശ്യം വിളിച്ചോടുമ്പോ എന്തൊക്കെയോ ഐറ്റങ്ങൾ ഉണ്ട് അതിനകത്ത്. വളഞ്ഞിട്ടടിക്കാൻ തന്നെയായിരിക്കും. നമ്മളെന്തോ പോയി പെടുത്താനുള്ളൊരു സംഭവമാണ് അത്. കുഴപ്പമില്ല, അത് പണ്ടൊക്കെ ശീലിച്ചിട്ടുള്ള ഒരു കാര്യല്ലേ. എങ്ങനെ? അല്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നടത്തിയിരുന്ന പ്രോഗ്രാം എല്ലാം ഗംഭീര പ്രോഗ്രാംസ് തന്നെയായിരുന്നു. എന്ന് ഞങ്ങൾക്ക് പിക്നിക് പോലെയായിരുന്നു ഹരിശ്രീയുടെ കൂടെ ഒക്കെ പ്രോഗ്രാം പോണ സമയത്ത്. ഇതുവരെ അങ്ങനെ ഒന്നും സംഭവം ഉണ്ടായിട്ടില്ല. ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഓഡിയൻസിന്റെ കയ്യിൽ നിന്ന് നല്ല കയ്യടിയെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ആവട്ടെ. കൂക്കുളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ഹുറേ എന്നുള്ള ഒരു ആംഗിളിൽ എടുത്തിട്ടുള്ളൂ. ആയിക്കോട്ടെ, സമ്മതിച്ചു. ഇനിയിപ്പോ നമുക്കിപ്പോ നിങ്ങളുടെ ദിലീപേട്ടനല്ലേ, എന്ത് പറഞ്ഞാലും നമുക്കങ്ങ് സമ്മതിച്ചു കൊടുക്കാം. നോണയാണെങ്കിലും നോണയൊന്നും പറയേണ്ട കാര്യമില്ല, സത്യം മാത്രമേ പറയാറുള്ളൂ. കഴിയുന്ന ജീവിതത്തിൽ സത്യം. കാരണം എന്തെങ്കിലും നുണ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സത്യമാവും. എനിക്കൊരു സംശയമുണ്ട്. ആ കിങ് ലെയർ എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ, സിനിമ, അത് അവരെടുത്തതേ ആ ക്യാരക്ടറില് എന്തൊക്കെയോ അത് നുണ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവ് നമ്മളിൽ ഉള്ളത് കൊണ്ടായിരിക്കാം. അതെ,
സത്യം ഞാൻ പറഞ്ഞത്. പിന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആരുടെന്നാ വരുന്നത്? ദിലീപേട്ടനെ കണ്ട ആർക്കും അങ്കിൾ എന്നൊന്നും വിളിക്കാൻ തോന്നില്ല കേട്ടോ. താങ്ക് യു. ദിലീപേട്ട സന്തോഷായി. ദൈവം അനുഗ്രഹിക്കട്ടെ, ദീർഘായുസായിട്ടിരിക്കട്ടെ. മോളേന്ന് വിളിക്കേ? എന്തിനാ അതിപ്പോ? വേണ്ട അല്ലേ? വേണ്ട. ദിലീപേട്ടൻ ഞാൻ ചെറുപ്പത്തിൽ തുടങ്ങി കേൾക്കുന്ന ഉള്ള ഒരു കാസറ്റ് ദേ മാവേലി കൊമ്പത്ത്. ഞാൻ ചെറുപ്പത്തിലേക്ക് അന്ന് കാസറ്റ് ആണല്ലോ. അതെ ശരിക്കും ഒരുപാട് കേട്ടിട്ടുണ്ട്. മടുക്കാത്ത രീതിയിൽ തന്നെ കേട്ടിട്ടുണ്ട്. നമ്മളൊരു 10-14 കാസറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലേ? അതെ. ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒട്ടും മടുക്കത്തില്ല നമ്മളത്. ദിലീപേട്ടന്റെ സിനിമ പോലെ തന്നെ ഞങ്ങൾക്കത് മടുക്കാതെ കേട്ടോണ്ടിരിക്കുക. മോൾ 1ാം ക്ലാസ് മുതൽ കേൾക്കുന്നല്ലേ? ഒരുപാട് 2ാം ക്ലാസ് മുതൽ. അതെ അതെ. കുഴപ്പമില്ല, 19 വയസ്സ് ഫിക്സ്, കുഴപ്പമില്ല. മതി ദിലീപേട്ട, 19 മതി, അത് തന്നെ അതിൽ നിർത്തി. അതെ. അപ്പോൾ അതില് ഞങ്ങൾക്ക് ഈ വർഷം എന്തായാലും ഇല്ലാന്ന് തോന്നുന്നു. ഇനി അടുത്ത വർഷം ഞങ്ങൾക്ക് ഒരു ഓണസമ്മാനമായിട്ട്. അല്ല, എന്താ പറ്റിയെന്ന് വെച്ചാൽ കാസറ്റ് എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് പിന്നീട് അത് CD-യിലേക്ക് മാറി. പിന്നെ അത് പതുക്കെ MP3, പിന്നെ ആൾക്കാർ നെറ്റിൽ എന്തെങ്കിലും നമ്മൾ കാര്യം ചെയ്ത് അപ്പം തന്നെ പിന്നെ നമ്മുടെ കയ്യിലല്ല. പക്ഷേ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഭീകരമാണ്. നമ്മൾ ഇതിൻ്റെ ഒരു പെർഫെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഇതിന് ചിലവാക്കുന്ന പൈസ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അതിലേക്ക് എത്തുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാനും നാദർശ കൂടി അതിനെക്കുറിച്ച് ചിന്തിക്കുക, സംസാരിക്കുക, ഒരുപാട് ആൾക്കാർ ഇതുപോലെ പറഞ്ഞപ്പോൾ നമ്മൾ എന്താണെങ്കിലും അത് ഒന്നും കൂടി വേറെ തരത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അത്. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ അന്ന് തുടങ്ങിയ ഒരു കമ്പനി ഉണ്ട്, നാദ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. നാദിർഷൻ ദിലീപ് എന്നുള്ളതാണ് അന്ന് ആ കാസറ്റ്സ് ഒക്കെ അതിലാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വീണ്ടും നാദ് ഗ്രൂപ്പിൻ്റെ പേരിൽ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ഇപ്പോൾ നാദിർഷ സംവിധാനം ചെയ്യുന്ന കട്ടപ്പനയിൽ ഹൃതിക് റോഷൻ എന്ന് പറഞ്ഞ സിനിമ. നിങ്ങൾക്ക് എല്ലാവർക്കും ദിലീപ് എന്ന് പറയുന്ന ആളെ കുറേ കാലമായിട്ട് കാണുന്നു, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ഈ ദിലീപിൻ്റെ അറിയാത്ത ചില മുഖങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ? അറിയണം. ഒരു 7ാം ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. എന്തിനാന്ന് ഞാൻ പറയാം. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം കൂടി ഞങ്ങൾ ചർച്ച ചെയ്തുള്ളൂ, ഞാനും അനൂപ്, അദ്ദേഹത്തിൻ്റെ അനിയനും ഒക്കെ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം റിവൈൻഡ് ചെയ്യട്ടെ. നമ്മൾ രാവിലെ 7 മണിക്ക് നീ എല്ലാ ദിവസവും സൈക്കിൾ എടുത്ത് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന എന്തിനായിരുന്നു? 9:30-ക്കുള്ള സ്കൂളിന്. ഇത്രയും കാലം കഴിഞ്ഞ് ഞാൻ ചോദിക്കുകയാണ്. 7ാം ക്ലാസ്സില നേരത്തെ എല്ലാവരും 8 മണിക്ക് 8:30-ക്കൊക്കെ പോകും, നീ 7 മണിക്ക് സ്കൂളിൽ പോവായിരുന്നു. ഫുട്ബോൾ കളിക്കാനാണെന്ന് പറഞ്ഞു. ഇതിന്റെ അവസാനം എന്താ സംഭവിച്ചത് ഞാൻ പറയട്ടെ. അതാണ് ബോംബ്. പൊട്ടിക്കിട്ടിയ ബോംബ്. 7ാം ക്ലാസ്സിലെ മാന്യമായിട്ട് തോറ്റു. അത് പുതിയ സംഭവമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും, ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ പറയട്ടോ അതൊക്കെ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, നന്നായി പഠിച്ചു വന്ന ആ ഗ്യാങ്ങിൽ ഉണ്ടായതാണ്. പക്ഷേ 7ാം ക്ലാസ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഒരു എന്താ പറയണത്, ഞങ്ങളുടെ ഒരു തോന്നിവാസം പോലെയുള്ളൊരു ഇത്, നമ്മുടെ ഒരു അറിവുകേട് കൊണ്ട് ടീച്ചർമാരോട് ചില തർക്കുത്തരം പറയുക, എന്നുവെച്ചാൽ ആരും സ്കെയർ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായി മാറി. കളി കാര്യങ്ങളിലൊക്കെ ടെൻഷൻ, അതിൻ്റെ സത്യം പറയണമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഒരു ടീച്ചറായിട്ട് വലിയ പ്രശ്നമായി. അപ്പോൾ ആ കൊല്ലം മാനേജ്മെൻറ്റ് സ്കൂളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പണി കിട്ടി, തോറ്റു. അപ്പോൾ ഈ പരീക്ഷ റിസൾട്ട് വന്നതിന് 3 ദിവസം മുമ്പ് ഞാൻ വെളുപ്പാൻ കാലത്ത് സ്വപ്നം കണ്ടു, ഞാൻ 7ാം ക്ലാസ്സിൽ തോറ്റു എന്ന്. എന്നിട്ട് ഞാൻ പിന്നെ പ്രാർത്ഥന, കാരണം വെളുപ്പാൻ കാലത്ത് കാണുന്ന സ്വപ്നം ഇങ്ങനെ ഉണ്ടാവും, നടക്കും എന്നൊക്കെ ഉള്ളൊരു ഇത് കേട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രാർത്ഥന 3 ദിവസം അമ്പലത്തിലേക്ക് വഴിപാടൊക്കെ. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഞാനൊരു മുടിവെട്ട് കടയിൽ മുടിവെട്ടിക്കൊണ്ടിരിക്കുക. അവിടെയാണ് എൻ്റെ കസിൻ വന്നിട്ട് പറഞ്ഞത്, റിസൾട്ട് വന്നു കേട്ടോ, നീ തോറ്റു. ഞാൻ ആണോ? അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, മനോജ് ജയിച്ചോ? ഞാനും തോറ്റു. ആണോ? കാരണം എനിക്കൊരു കൂട്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ സത്യം പറഞ്ഞ് വീട്ടിൽ 3 പേര് തോറ്റു. ഞങ്ങൾ കസിൻസ് ഒരേ സ്കൂളിലാണ് പഠിക്കണത്. പക്ഷെ ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്തോറും എൻ്റെ ഒരു പേടി എന്ന് പറഞ്ഞാൽ ഇനി എന്താവും, കാരണം അച്ഛൻ എങ്ങനെ പ്രതികരിക്കും, അമ്മയൊക്കെ ഭയങ്കര ഉടക്കായി കഴിഞ്ഞു, പഠിക്കേണ്ട സമയത്ത് പഠിക്കില്ല, തോന്നിവാസമാണ്, കാരണം അങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ്. ഞാൻ ആകെ അപ്സെറ്റായ സമയത്ത് അച്ഛനൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്നിട്ട് ആകെ കരച്ചലിൻ്റെ പക്കത്ത് നിൽക്കുക, കണ്ണൊക്കെ നിറഞ്ഞൊഴുകണ്ട എൻ്റെ. അച്ഛൻ എന്നെ പെട്ടെന്ന് വിളിച്ചു, അങ്ങനെ എൻ്റെ അടുത്ത് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഈ പരാജയം എന്ന് പറയണത് വിജയത്തിൻ്റെ മുന്നോടിയായിട്ട് കാണുക, അല്ലാണ്ട് അത് കഴിഞ്ഞു. പക്ഷെ ആ എനർജി ഉണ്ടല്ലോ, അതെൻ്റെ ജീവിതത്തിൽ ഈ നിമിഷത്തിലും അത് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉടനെ തളർന്നു. പിന്നെ ആ വർഷം മുതൽ ഞാൻ നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7ാം ക്ലാസ്സിൽ അതിന് മുമ്പ് സീനിയറായിട്ട് പഠിച്ച ആൾക്കാർ തോറ്റ്, ആ 7ാം ക്ലാസ്സിൽ തന്നെ
അവിടെ നിൽക്കുന്നുണ്ട്. 2 വർഷമായിട്ട് 7ാം ക്ലാസ്സിൽ തോറ്റിരിക്കുന്ന ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. അതോടെ പിന്നെ എനിക്ക് പേടിയാവാൻ തുടങ്ങി. പിന്നെ ഞാൻ ഭയങ്കര പഠിത്തം തുടങ്ങി. അതാണ് ഇത്രയും പറഞ്ഞാലൊരു സത്യം. 7ാം ക്ലാസ്സിൽ പിന്നെ ഞാൻ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്താൻ തുടങ്ങി. കാരണം വെച്ചാൽ ഞാൻ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഞാൻ പെട്ടെന്ന് കണക്കൊക്കെ പെട്ടെന്ന് ഞാൻ ചെയ്യുന്ന സമയത്ത് ടീച്ചർമാർ വന്നിട്ട് പൊക്കി ഗോപാലകൃഷ്ണൻ എഴുന്നേക്കും, എൻ്റെ പുസ്തകങ്ങളൊക്കെ പരിശോധിക്കും. അപ്പോൾ ഞാൻ ഇൻസൾട്ടഡ് ആവാൻ തുടങ്ങി. കാരണം ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കും തോറും ഇവർ എന്നെ ക്രിമിനലായിട്ട് കാണാൻ തുടങ്ങുകയാണ്. പക്ഷെ അതിലെനിക്ക് ചെറിയ വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ശക്തിയോടുകൂടി പഠിച്ച് അങ്ങനെ വന്ന് പിന്നെ നമ്മളൊരു 10ാം ക്ലാസ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻകുട്ടി മാഷ് പറഞ്ഞു പിന്നെ ഉഴപ്പായി, 10ാം ക്ലാസ് എഴുതണ്ട, കാരണം സ്കൂളിന് ഇത്ര ശതമാനം വിജയം ആവശ്യമാണ്, ഇക്കൊല്ലം ഗോപാലകൃഷ്ണൻ എഴുതണ്ട, കാരണം എഴുതി എന്തായാലും ജയിക്കില്ല. ഞാൻ പറഞ്ഞു സാറേ, അപ്പം ഞാൻ വീണ്ടും വേറൊരു അവസ്ഥ കാണുകയാണ്. ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ പറയരുത്, ഞാൻ പഠിക്കാം. അപ്പോൾ ഞാൻ പുള്ളി നോക്കിയിട്ട് ഒരു രക്ഷയില്ല. പിന്നെ എൻ്റെ ഒരു ആവശ്യമായി മാറി. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് രാവും പകലും ഇരുന്ന് പഠിച്ച് ചില സമയത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണക്കൊക്കെ കഴിക്കുമ്പോൾ തല പെരുത്തിട്ട്, പക്ഷെ അവിടേക്കും എന്നെ ആശ്വസിപ്പിച്ചിട്ടുള്ളത് സിനിമ തന്നെയാണ്. തല പെരുത്തി കഴിയുമ്പോൾ ഞാൻ രഹസ്യമായിട്ട് ആരോടും പറയാണ്ട് സിനിമയ്ക്ക് പോകും. എന്നിട്ട് സിനിമ കണ്ടതായി ഫ്രഷായിട്ട് പിന്നെയും വന്നിരിക്കും, പഠിക്കും. അന്ന് പരീക്ഷ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളെല്ലാവരും അല്ലേ പരീക്ഷ കഴിയുമ്പോൾ നമ്മുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവില്ലേ, പരീക്ഷ കഴിയുമ്പോൾ ബാക്കിൽ നിന്നിട്ട് ഭയങ്കര സംഭവങ്ങൾ പ്ലാനിങ് ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു മാർക്ക് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അന്ന് നമുക്ക് ശരിക്കും ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ സ്കൂളിന് ഫസ്റ്റ് ക്ലാസ് കിട്ടണം എന്നുള്ളതാണ് എല്ലാവരും തീരുമാനം. 360 മാർക്ക് വേണം. അപ്പോൾ അന്ന് ഡിസ്റ്റിങ്ഷൻ ഒന്നും ആയിട്ടില്ല, ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് സാറ് ചോദിച്ചു എത്ര മാർക്ക് കിട്ടും ചോദിച്ചു. ഞാൻ പറഞ്ഞു 420. 420 ഗോപാലകൃഷ്ണനോ? പക്ഷേ നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല, എൻ്റെ SLC ബുക്ക് കൊണ്ടുവന്ന് കാണിച്ചുതരാം, എനിക്ക് 419 മാർക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ പോകുന്ന സമയത്ത് ഇലമ ടീച്ചർ എന്നൊരു ടീച്ചറുണ്ട്. ആ ടീച്ചർ എൻ്റെ അടുത്ത് ചോദിച്ചു ഗോപാലകൃഷ്ണൻ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ പറഞ്ഞു ശേഷം സ്ക്രീനിൽ. പിന്നെ ടീച്ചർ എന്നെ സ്ക്രീനിലാണ് കാണണേ. ഞാൻ തമാശ പറഞ്ഞ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് UC കോളേജിൽ പോയി, മഹാരാജ് കോളേജിൽ പോയി. പിന്നെ അതിന് ശേഷം ഞാൻ സിനിമാ നടനായിട്ടാണ് ശരിക്കും ടീച്ചറുടെ മുമ്പിൽ ഞാൻ. അതിലേക്കൊക്കെ നമുക്ക് വരാം, നമുക്ക് അവരോട് ചോദ്യം ചോദിക്കാം. മോനുണ്ട്, LKG-യിലാണ്. എല്ലാ ദിവസവും സ്കൂളിൽ വന്നാൽ മൈബോസ് കാണും. അയ്യോടാ, എങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ കോമഡി ചെയ്യാൻ പറ്റണേ? അല്ലല്ല, ഇതിൽ കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മളുടേത്. പക്ഷേ ഇതിനു വേണ്ടി പണിയെടുക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അതിന് മുമ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഒരു സംവിധായകൻ, തിരക്കഥാകൃത്ത്, അവരൊരു പ്ലോട്ട് കാര്യങ്ങൾ ഉണ്ടാക്കി വന്നു കഴിഞ്ഞിട്ടാണ് ഇത് നമ്മളുടെ ഡിസ്കഷനും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് തോന്നുന്നതും ഒക്കെ പറയും. പിന്നെ അവർ പോയിട്ട് എഴുതി വരും. പിന്നെ അവിടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന തമാശകൾ. പക്ഷേ ഇതിലൊക്കെ എന്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മൈൻഡാണ് ശരിക്കും നമുക്ക് ആവശ്യം. നമുക്ക് എല്ലാവരുടെയും മൈൻഡ് ഭയങ്കര ഹാപ്പി ആണെങ്കിൽ നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. നമ്മുടെ കൈയും കാലും എപ്പോഴും മൂവ് ചെയ്യും. പക്ഷെ നമുക്ക് വരുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. ഇപ്പം ചില ആളുകൾ പറയും അവനെ വിളിച്ചാൽ കിട്ടില്ല, ഫോൺ എടുക്കില്ല. പല ആർട്ടിസ്റ്റിന് നമ്മൾ മനഃപൂർവ്വം നമ്മൾ ഓരോ ഫോണും നമുക്ക് ഉണ്ടാക്കുന്ന ടെൻഷൻസ് ഭീകരമാണ്. ഇപ്പോൾ മറ്റത് നമ്മളെ കിട്ടണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഇപ്പം നമുക്കറിയില്ല എന്തൊക്കെ നടക്കണേ പുറത്ത്. നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ പുറത്ത് എന്ത് നടക്കുന്നത് നമുക്ക് ഒരു പിടിയില്ല. ഇപ്പം എത്ര ഫോണിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ ഇപ്പം നമ്മളിവിടെ ഭയങ്കര ഫ്രീ ആയി, പ്രത്യേകിച്ച് മനസ്സിപ്പോൾ സന്തോഷമാണ്. നിങ്ങളൊക്കെ ഇത്രയും സുന്ദരിമാർ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്ന് സംസാരിക്കുക. അതുപോലെ ഒരു എക്സൈറ്റഡ് ആണ്. TV-യിൽ കാണുന്ന ഇങ്ങനെ കോമഡി പറയുന്ന ദിലീപേട്ടനെ ഒന്ന് കാണുക, ഒരു ക്ഷയിക്കേണ്ടി വരണമെന്നുണ്ട്. അത്രയും സന്തോഷം നമുക്ക്. അത് വലിയ കൊടുക്കണം. പിന്നെ എല്ലാരും കൂടി ഓടി വരരുത് കേട്ടോ, ഒരാള് ചോദിച്ച ആള് മാത്രം. ആഗ്രഹമാണ് ദിലീപേട്ടൻ കാണുന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലമുണ്ട്, അനന്തപുരത്ത് അമ്പലം. പറയട്ടെ, ആ അമ്പലത്തിന് മുന്നിൽ ഞാൻ ഈ കുറെ കാലമായിട്ട് ഞാൻ കരുതി വെച്ചിരുന്ന എല്ലാം ഇപ്പം അങ്ങ് ചോദിക്കുക. ആ അമ്പലത്തിന് മുന്നിൽ ഇദ്ദേഹം പ്രാർത്ഥിക്കാനാ പോണേന്നൊക്കെ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടാവും. പക്ഷെ വൈകുന്നേരങ്ങളിൽ ഒരു BSC സൈക്കിളുമായിട്ട്, ഒരു ഒടങ്കൊല്ലി സൈക്കിളുമായിട്ട്, നമ്മള് പാവപ്പെട്ട ആൾക്കാർ കൊക്കല് വാങ്ങുന്നല്ലോ കൊത്താവും, അതെന്നെ കടം വാങ്ങിച്ചിട്ടാ വരുന്നത്. ശരി, ആ സൈക്കിളുമായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അങ്ങനെ ഇതുപോലെയുള്ള ഒരുപാട് സുന്ദരികൾ അവിടെ വരുന്നു പോകുന്നു. കുറേ സുന്ദരികൾ വന്നിട്ടുണ്ട് പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ വന്ന ഏതെങ്കിലും സുന്ദരികളോട് നിനക്ക് എന്തെങ്കിലും ഒരു പ്രേമോ പറയാൻ പറ്റുകയെ? ഇപ്പം ഞങ്ങളിൽ അവിടെ വന്ന സുന്ദരികളിൽ എന്നെ വിട്ടേക്ക് നീ. അതിനെ വിട്ടാലും ഞാൻ നിന്നെ കാണാൻ വന്നിരുന്നേ.
നീ എന്ത് ഇതാ. ശ്രദ്ധിക്കാത്തെ? ഇത് ശരിയല്ല കേട്ടോ. ആ, പിന്നെ ഇത് ഞാൻ- ഭയങ്കര മിടുക്കൻ. ഇത് വെറും തട്ടിപ്പാട്ടോ. ഞാൻ എന്തിനാ തട്ടിപ്പെന്ന് പറയണത്? നീ നീ എന്തിനാ എന്നെ എന്നെ നാണം ശ്രദ്ധിച്ച? കെടുത്താൻ വേണ്ടി പറയല്ലേ ഇപ്പൊ? ഇല്ല, ഞാൻ അവിടെ വന്ന് നിൽക്കുന്ന ദിവസം നീ എന്തിനാ എന്നെ ശ്രദ്ധിച്ചു? അതല്ല, നീ വന്ന് നിൽക്കുന്ന ഞങ്ങൾ എല്ലാ പെൺപിള്ളേരും ശ്രദ്ധിക്കാറുണ്ട്. ഇവൻ എങ്ങനെയാന്ന് വെച്ചാല് ഞങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ വിചാരിക്കും ഒരു കാര്യം ഞങ്ങൾ ഇന്ന് ചിരിക്കില്ല, വളരെ ബലം പിടിച്ച് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നു, തൊഴുന്നു, തിരിച്ചു വരുന്നു. അപ്പൊ ഇതേപോലത്തെ വേറെയും കുറെ പൂവാലന്മാർ നിൽക്കുന്നുണ്ട് അവിടെ. പക്ഷേ എന്തൊരു കഷ്ടം നോക്കിയോ, നമ്മള് ഭഗവാനെ ഇത് കണ്ട് അതെ, അതെ, അതെ. പക്ഷെ അവിടുത്തെ നമ്പീശൻ തരുന്ന പ്രസാദത്തിന് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്തിരുന്ന സത്യം പറഞ്ഞ അവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു നിപ്പും ഈ പെൺപിള്ളേർ ഓരോരുത്തരും വിചാരിക്കും എന്നോടാണ് ഇവന് പ്രേമം, അല്ലെങ്കിൽ എന്നോടാണ് ഇവന് ഇഷ്ടം. കാരണം എത്ര നിങ്ങൾ ബലം എന്താന്ന് പിടിച്ച് തുറന്നു ചോദിക്കാൻ ഞാൻ അയ്യടാ. പിന്നെ ഞങ്ങൾ എന്താന്നറിയോ ഇവനെ അന്ന് വിളിച്ചിരുന്ന പേര് പറയട്ടെ. പിന്നെ അത് ഇവിടെ അൺപാർലമെന്റേറിയൻ ആയി മാറുമെന്നറിയില്ല ആ വാക്ക്. നമ്മളൊന്ന് ചർച്ച ചെയ്തിട്ട് പറഞ്ഞ പോലെ. നീ എന്തായാലും എന്നെ കുറച്ച് നാണം കെടുത്തിയില്ലേ? ഇനിയിപ്പോ ഞാനും പറയാൻ ഞാൻ പോവാ. നാണം കെടുത്തിയ ഇപ്പൊ നീ എന്നെ കാണാനാന്ന് വെറുതെ പറഞ്ഞില്ലേ? അത് ഒരിക്കലും നാണം ഉണ്ടായിട്ടില്ല കേട്ടോ. കെടുത്തലാണോ? നമുക്ക് പറഞ്ഞൂടെ അങ്ങനെയാണേല്? ആ സിനിമാടൻ ഇപ്പൊ ദിലീപ് എന്ന് പറഞ്ഞില്ലേ, അയാൾ പക്ഷേ- എന്നെ മായ നോക്കി കിടന്ന അങ്ങനെ പറഞ്ഞൂടെ? പക്ഷേ നിന്നെക്കാൾ സുന്ദരന്മാരുമായി നോക്കിയിരുന്നു. അപ്പൊ ഞാൻ ആരായി? ഞാൻ നിന്നെ നോക്കാന്നല്ലാട്ടോ വന്നേ. ആ, ഞാൻ അവിടുന്ന് ഈ അമ്പലത്തിൽ നിന്ന് പള്ളിപ്പട്ടാവ് അമ്പലമുണ്ട്, അവിടേക്ക് ഇടക്ക് കൊട്ടി ആൾക്കാർ പോവാ, അത് കാണാൻ നിന്നിരുന്നേ. ആരാ അവരൊന്നും കാണണ്ട എന്നെ. ഇവരോ? അവര് കണ്ട കൈയടിക്കും. ഓടിച്ചിട്ടടിക്കുവോ? ഓട്ടിച്ചിട്ടല്ല, കൈയടിക്കും. കൈയടിക്കുന്ന വെച്ചാല് ഇങ്ങനെ അടിക്കുമ്പോ ഫേസ് അടയപ്പെടും അതോ? അങ്ങനല്ല, ഇതെന്ത് തുടക്കേ കലിപ്പാണല്ലോ. ഞാൻ എന്റെ ഫേസ് കാണിക്കട്ടെ. ആ. കൈയടിച്ചോ, എല്ലാരും കൈയടിച്ചോ. ആരാത്? ആരെ കൈയടിക്കുന്നു? കൈയടിക്കാൻ പറഞ്ഞു അടിച്ചു. അത് ഇത് ഈ ഒരു നാട്ടിൻപുറത്തെ തിയേറ്റർ പോലെ ആയിരിക്കണം. നല്ല എല്ലാം പ്ലസന്റ് ആയിട്ടൊന്ന് കൈയടിച്ചേ. അല്ല, ഒരു കൈയടിക്കുമ്പോൾ നമ്മൾ കൈയടിക്കുക എന്ന് പറഞ്ഞ ഒരാളെ പ്രോത്സാഹിപ്പിക്കുക, അത് അറിയുന്ന അവർ അംഗീകരിച്ച ഒരാളായിരിക്കണം. എന്നാലാണല്ലോ അവർക്കത്, അല്ലെങ്കിൽ അവർ മനസ്സിൽ നിന്ന് വരുന്ന സന്തോഷമായിരിക്കണം. അത് പ്രകടിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അല്ല, എന്റെ ഫിഗർ കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. അല്ല, നമുക്ക് മനസ്സിലായോ? ആരും മനസ്സിലായില്ലേ? എന്താണ് അനീഷും സുനീഷും ഒന്നും അങ്ങനല്ല പറഞ്ഞത്. ആരാണ് അനീഷും സുനീഷും? മക്കളാണോ? അല്ല, അംഗനവാടി പഠിക്കണം എന്റെ അടുത്ത കൂട്ടുകാരാ. അത് അവര് അംഗനവാടിയില്ല. ഞാനേ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിക്കാം എന്റെ ഫേസ്. അല്ല, നിങ്ങൾ ആരാ? അത് ഞാൻ പിന്നെ പറയാം. എന്റെ ഫേസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിക്കുമ്പോ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ശരി, ഓക്കെ. ഓക്കെ. ഇനി കൈ അടിച്ചോളൂ വരെ. കണ്ടോ? കൊരങ്ങൻ അല്ല, കൊരങ്ങനിൽ നിന്നാണ് മനുഷ്യനുണ്ടാവുന്നു, അതാണോ? ആ പ്രക്രിയക്കുള്ളൊരു ഇത് കൊടുത്തതാണ്. ഒന്നുകൂടെ കാണിക്കാം. നിങ്ങക്ക് വല്ലതും കിട്ടിയാ? ഇല്ല. ഡയലോഗ് പറയാം. ആ, ഫിഗറിൽ വന്ന ഡയലോഗ് പറയാം. അപ്പൊ മനസ്സിലാവും. ആ. ഇതിന് കൈയടി. ചക്കയുടെ മാങ്ങയുടെ കണക്ക് പറയാൻ ഈ മാധവൻ അറിയില്ല. അടി സക്കേ പപ്പുല്ലേ. സുരേഷ് ഗോപി, ശ്രീനിവാസൻ എല്ലാം അതൊക്കെയാണ്. അതെല്ലാം അങ്ങ് മിക്സ് ചെയ്ത് വന്നത്. പെട്ടെന്ന് അത് കൺഫ്യൂഷൻ ആയത്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ച ശരിക്കും? ഞാൻ ഉദ്ദേശിച്ചത് പറയും. ഞാൻ പറയും. കണ്ണാടി ഇടാത്തതിന്റെ, കണ്ണാടി ഇട്ടാ കറക്റ്റ് ആയിരിക്കും. കണ്ണാടി ഇട്ടോണ്ട് വരാൻ പോയിട്ട് അല്ലേ? ആ, പോയിട്ട് വാ, പോയിട്ട് വാ. മൊത്തത്തിൽ പൊളിഞ്ഞല്ലേ. എന്താ അങ്ങനെ ഇത്? ആരാണിത്? എനിക്ക് മനസ്സിലായില്ല. അല്ല, നമ്മൾ ഇതിന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് വരാൻ പറ്റുമോ? എനിക്കറിയില്ല, കേറി വരുന്നതായിരിക്കും. ഇവര് പിടിച്ചു വെക്കേണ്ടേ അവരെ? ആ, ഇത് പറ. നിന്റെ ആരാധകരായിരിക്കുമല്ലോ. ഇങ്ങനെയുള്ളവരൊക്കെയാണല്ലോ നിന്റെ ആരാധകര്. അപ്പൊ ഇവരാരായി? ഹലോ, അവരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇൻസൾട്ട് ചെയ്യരുത്. അല്ല, ഇങ്ങനെയുള്ളവര് വരാം. വെറുതെ ഇവര് എത്ര സമൂഹത്തിൽ എത്ര വലിയ സ്ഥാനത്തിക്കുന്ന ആളുകള്, അതുപോലുള്ള ചുമ്മാ നോക്കിയിട്ട് നീ പറഞ്ഞ ഇതൊക്കെ. അല്ല, അവര് ഒരു വീട് നോക്കാന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. ഏത് വീട്? അവരുടെ വീട്, ഒരു കുടുംബം നോക്കുക, അതൊക്കെ ഒരു വല്ലാത്ത കാര്യങ്ങളാണ് ഇന്നത്തെ ഇതില്. അതില് അവരെ വിളിച്ചിട്ട് ഇന്റെ ആൾക്കാർ ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാവുന്നത്. നിനക്ക് ഇങ്ങനത്തെ ആൾക്കാരുണ്ട്, നിന്റെ ആരാധകര്. എനിക്ക് എല്ലാ കാറ്റഗറിയിലും എനിക്ക് അങ്ങനെ എന്താ പറയണത്, ഇവിടുത്തെ മനുഷ്യര്, കേരളത്തിലെ ആളുകളെല്ലാവരും നമ്മുടെ ആൾക്കാരാണ്. അത് ആദ്യം മനസ്സിലാക്കി. ശരി, കേരളത്തിന് പുറത്തേക്ക് ഇപ്പൊ കടന്നു കഴിഞ്ഞു കേട്ടോ. ആന്ധ്ര വരെ എത്തി. പറ. ആ, അതിലേക്ക് ഇനിയിപ്പോ സന്തോഷിപ്പിക്കാം ഇടയ്ക്കൊക്കെ. നമ്മളെ പാവം കൂട്ടുകാരനല്ലേ. ദിലീപേട്ടൻ്റെ ഈ ക്യാരക്ടറിലെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. എപ്പോഴും പ്ലസൻ്റ് ആയിട്ട് പോസിറ്റീവായിട്ടാണ് എപ്പോഴും ഫീൽ ചെയ്യാറ്. അതിൻ്റെ രഹസ്യം എന്താ? അല്ല, നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ചെല്ലുന്ന സ്ഥലം വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ. മീൻസ് നമ്മൾ ഇടപഴകുന്ന ആളുകൾ ഒക്കെ പോസിറ്റീവ്, എന്തും തിങ്ക് പോസിറ്റീവ് എന്ന് പറയില്ല എപ്പോഴും. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമുണ്ട്.
കാരണം ഞാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ എപ്പോഴും പ്ലസൻ്റ് ആയിട്ടിരിക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തമാശകളും അല്ലെങ്കിൽ സന്തോഷമുള്ള അവസ്ഥകൾ കാണാൻ. അതുകൊണ്ടാണ് പലപ്പോഴും സന്തോഷമില്ലാത്ത ആൾക്കാരിലും സന്തോഷം സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. കാരണം സങ്കടപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ തന്നെ. എല്ലാവർക്കും ഉണ്ട് സങ്കടം. നമ്മളിപ്പോൾ ഈ ഞാനടക്കമുള്ള ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവരുടേതായ കൊച്ചു കൊച്ചു സങ്കടങ്ങളുണ്ടാവും. നമ്മളാരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. നമ്മൾ ദിവസം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഒരു കുഴപ്പം വരുത്തല്ലേ, അപകടത്തിൽപ്പെടുത്തല്ലേ, അസുഖത്തിൽപ്പെടുത്തല്ലേ, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവല്ലേ. ഒരു ചില സമയത്താണ് നമുക്ക് ശാന്തമായ ഒരു അന്തരീക്ഷം, സമാധാനപരമായ, നമുക്ക് ഭയങ്കര എല്ലാം നന്നായിട്ട് ചിലപ്പോൾ തോന്നും. ചിലപ്പോൾ അപ്പോൾ തന്നെ തുടങ്ങും ഒരു തുമ്മൽ, അല്ലേ? അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നേച്ചറിൻ്റെ ഇതിലുള്ള കാര്യമാണ്. പക്ഷെ കിട്ടുന്ന സമയം സന്തോഷമായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എൻ്റെ പ്രാർത്ഥന എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം എന്നാണ്. കാരണം ഞാൻ എല്ലാവരും ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, വേറെ തരത്തിലെടുക്കണ്ട. അപ്പോൾ അല്ല ഞാൻ എടുത്തില്ലേ, അല്ല പറഞ്ഞാണ്. അപ്പം വിഷയം എപ്പോഴും തിങ്ക് പോസിറ്റീവ് എന്ന് പറയുന്നൊരു ആംഗിള്. അതുപോലെ നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നെഗറ്റീവ് വൈബ്സ് ഉണ്ടാക്കുന്ന ആൾക്കാർ, ആ സ്വഭാവം മാറ്റിവെച്ച ആൾക്കാരോട് ഇടപെടാനാണ് കൂടുതൽ ഇഷ്ടം. സാറിന്റെ പേരുള്ള ഒരാളെ കിട്ടി. അങ്ങനെ നോക്കിയെടുത്താണോ? കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് വേറെ ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ദിലീപേട്ടനോട് ചോദിക്കാനുള്ളത്, ദിലീപേട്ടന്റെ പുതിയ പടം വെൽക്കം ടു സെൻട്രൽ ജയിൽ ത്രൂ ഔട്ട് ജയിലിൽ വെച്ച് ചിത്രീകരിച്ച പടം. അതിന് മുന്നേ ചെയ്ത് ജൂലൈ 4th റൺവേ, ഇതൊക്കെ ജയിലിൽ വെച്ച് ചിത്രീകരിച്ചതാണ്. ജയിൽ അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോ? നമ്മൾ പലതരത്തിലുള്ള വേഷങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് കലാകാരന്മാർ. നമ്മൾ ക്രിമിനൽ ആവുന്നു എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ തന്നെ ആരും ക്രിമിനൽസായി മാറുന്നില്ല, അവസ്ഥകളാണ്. ഇപ്പോൾ വാളയാർ പരമശിവം എന്ന് പറഞ്ഞ ക്യാരക്ടർ, അയാളുടെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ വേറൊരു ജെനുവിനായിട്ടുള്ള കേസ്, ഒരു സംഭവത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് പോയ ഒരാളാണ് ആ ക്യാരക്ടർ. ജൂലൈ 4th ഇപ്പോൾ ഞാൻ ചെയ്ത വേഷങ്ങളെല്ലാം അങ്ങനത്തെ തന്നെയാണ് അതിൽ. ഇപ്പോൾ വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് ജയിലിൽ ജനിച്ചു വളർന്ന ഒരു ചെറുപ്പക്കാരൻ്റെ, അവൻ്റെ ലോകം ജയിലാണ്. അവൻ കണ്ടത് മുഴുവൻ അവിടുത്തെ ആളുകളെയാണ്. അവന് പുറലോകത്തേക്കാൾ നല്ല ആൾക്കാരായിട്ട് അവന് തോന്നുന്നത് ചിലപ്പോൾ അതിൻ്റെ അകത്ത് ആൾക്കാരാണ്. ജയിലിലേക്ക് പോകാൻ ആരും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമല്ല. കാരണം നമ്മൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ്, നമുക്ക് സ്വതന്ത്രരാണ് നമ്മൾ. പക്ഷെ അവിടെ നമ്മൾ പിന്നെ നമുക്കൊന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയണമെങ്കിൽ ഒരാളുടെ പെർമിഷൻ വേണമെന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പം ഞാൻ ഇപ്പോഴേം കിടന്നെന്ന് പറഞ്ഞ സിനിമയുടെ സമയത്ത് ആദ്യമായിട്ട് എന്നെ വിലങ്ങണിയിക്കുന്നൊരു സീനുണ്ട്. എന്നെ റിയലായിട്ട് അന്നത്തെ SI സോമൻ സാറാണെന്ന്, റിയലായിട്ടുള്ളൊരു SI ആണ് വന്ന് വിലങ്ങ് അണിയിച്ച്. പക്ഷേ ഈ വിലങ്ങ് അണിയിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ സത്യം പറഞ്ഞാൽ അങ്ങേരെ തന്നെ അയച്ചു തന്നെ എനിക്കൊന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങണമെങ്കിൽ തന്നെ ഒരവസ്ഥ. അത് നിയമത്തിൻ്റെ ഒരു കുരുക്കിൽ കൂടിയാണെങ്കിൽ ഫുൾ പെർമിഷൻ എന്ന് പറയുന്നൊരു കാര്യം. നമ്മൾ ഒരു നിമിഷം ചിന്തിക്കാതെ ചെയ്യുന്നതിൻ്റെ പുറത്താണ് പല കാര്യങ്ങളും നടക്കുന്നത്. പിന്നെ ക്രിമിനൽ മൈൻഡുള്ള അല്ലെങ്കിൽ അതൊരു ഹോബിയാക്കി മാറ്റിയിരിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് അവിടെ റിസോർട്ട് പോലെയാണ്. കാരണം അവർ പുറത്ത് നിന്നാലേ പ്രശ്നമുള്ളൂ, അവർക്ക് അവിടെ അകത്ത് ഹായ്ഡാ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആംഗിളുള്ള. ഇപ്പോൾ വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ സിനിമയിൽ നമ്മൾ പിടിച്ചിരിക്കുന്നത് ശരിക്കും ഒരു ഡാർക്ക്നെസ് അല്ല. അതിനകത്ത് ചില ആളുകൾ പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്, ചിലർക്ക് ജീവപര്യന്തമുണ്ട്, അങ്ങനെ പറയാം. പക്ഷേ ഒരു 6 മണിക്ക് അവരെ തുറന്നു വിട്ടാൽ ഒരു വൈകുന്നേരം 6 മണി വരെ അവരുടെ ജീവിതം, ജോലി, മറ്റുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ടുള്ളൊരു അവരുടെ ലൈഫുണ്ട്. അവിടെ അവർ കാണുന്ന തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്തെങ്കിലും ഇവിടുന്ന് പുറത്തു പോകുമ്പോൾ ജീവിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് പറ്റിപ്പോയി, പക്ഷേ ഇനി ഇവിടുന്ന് പുറത്തു പോകണം, കുടുംബമുണ്ട്, അവിടെ പോയിട്ട് ഇനി നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർ ഉണ്ടാക്കുന്ന അതിൻ്റെയൊക്കെ ഒരു ആംഗിളാണ് നമ്മൾ കൂടുതൽ പിടിച്ചിരിക്കുന്നത്. ഭയങ്കര സരസമായിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് വെൽക്കം ടു സെൻട്രൽ ജയിൽ. പക്ഷേ ജയിലിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ വെൽക്കം ടു ഊട്ടിയൊക്കെ പറയാം, അല്ലെങ്കിൽ അങ്ങനെ പല വേറെ സ്ഥലത്തേക്ക് വിളിക്കാം. പക്ഷേ ജയിലിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലൊക്കെയുള്ള സമയത്തുള്ള ഒരു ദിലീപ് ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നീ ഒരുപാട് മാറിപ്പോയിട്ടോ, സുന്ദരനായി പോയി ഇപ്പോൾ. എന്നിട്ട് അതിപ്പോ സുന്ദരൻ എന്ന് പറയാൻ പറ്റില്ല. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ കണ്ട് നിങ്ങളുടെ സ്നേഹം കൊണ്ട് എനിക്ക് ഇത്തിരി സൗന്ദര്യം വന്നിട്ടുണ്ടാവും. ഞാൻ എന്നെ ദിവസം കണ്ണാടി കാണുന്ന പൊക്കി അടിക്കുമ്പോൾ ഒരു പരിധി വേണം കേട്ടോ. കാരണം പണ്ടത്തെ സിനിമ കാണുമ്പോൾ നമുക്ക് ചില നാണം വരും. പിന്നെ അന്നത്തെ ഞാനപ്പോൾ നോക്കും, മമ്മൂക്കയുടെ പടം എടുത്ത് നോക്കും, ലാലേട്ടൻ്റെ പടം എടുത്ത് നോക്കും, ജയറാമേൻ്റെ, എല്ലാവർക്കും നല്ല മുടിയുണ്ട്. കാരണം അന്ന് എല്ലാവരും ഭയങ്കര മുടിയുള്ള രീതികളൊക്കെയാണ്.
പക്ഷെ ഇപ്പൊ അതിന് കുറെ മാറ്റങ്ങളായി. ഇപ്പൊ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലെ മൊത്തം രീതികളായി. ഈ തലമുടിയുടെ കാര്യം മാത്രല്ല ഞാൻ പറഞ്ഞ സുന്ദരനായി എന്ന് പറഞ്ഞാൽ നീ കുറെ ഭേദപ്പെട്ടു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞപ്പോ സുന്ദരനായി ഇയാൾ എന്നെയാണ് നോക്കണേന്ന് നോക്കിയ ആളായി പറയണേ. ഞാൻ നോക്കിയിട്ടില്ല, നിന്നെ അല്ല ഞാൻ നോക്കിയിരുന്നത്. എന്റെ സൈക്കിളായിരുന്നു എന്തെങ്കിലും. പണ്ടത്തെ സിനിമകളിൽ ഇപ്പോൾ ഈ പുഴയും കടന്നതിന് മുമ്പല്ലേ നമ്മളെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലൊക്കെ വരുന്നത്? അത് കഴിഞ്ഞിട്ടാണോ വരുന്നത്? ഈ പുഴയും കടന്നൊക്കെ കഴിഞ്ഞിട്ടാണ്. 98-ലാണ് ചന്ദ്രയുദിക്കൽ, മറ്റത് 96-ലാണ്. എനിക്ക് അതിനകത്തുള്ളൊരു പാട്ട് നിന്റെ പേരുമായിട്ട് എപ്പോഴും എനിക്ക് യോജിച്ച് പോകുന്നതായിട്ട് തോന്നാറുണ്ട്. ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരാ? പശുവിനെ മേച്ച് നടക്കണാണ് അല്ലേ? കൃഷ്ണൻ സ്വഭാവം കൊണ്ട് അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിനകത്തുള്ളൊരു പാട്ട് എനിക്ക് കേൾക്കുന്ന ഭയങ്കര ആഗ്രഹം. നീ പാടണ്ട, അവര് പാടുന്നവരുണ്ടാവും. അനുരാഗം മൂളം തത്തമ്മേ കുഴലൂതും മേഘം മേൽ ചായും നേരത്ത് കുളിരുന്നൊരു കാര്യം ചൊല്ലാമോ? നാടും കാണാം കൂടും കൂട്ടാമീണം പാടാം നാണം ചൂടാം. ഓ അമ്പാടി പയ്യുകൾ മേയും കാണാ തീരത്ത് അനുരാഗം മൂളം തത്തമ്മേ കുഴലൂതും മേഘം മേൽ ചായും നേരത്ത് കുളിരുന്നൊരു കാര്യം ചൊല്ലാമോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ദിലീപേട്ടനോട് പ്രേമം തോന്നിയിട്ടുണ്ടോ? അല്ല പണ്ട് കുറച്ച് പേര് പേഴ്സണലായിട്ട് പറഞ്ഞത്. പേഴ്സണലായിട്ട് നമ്പർ വന്നോളാം, ഞാൻ വിളിച്ചോളാം. അങ്ങനെയല്ല, വാട്സപ്പ് ഉണ്ടാ. Yeah.